ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി വിഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രീമി ഹരിയാലി ചിക്കൻ കറിയാണിത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ കഴിക്കുന്ന കറീനായിട്ട് വളരെയധികം ഡിഫറെൻ്റ് ഉള്ളൊരു കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ കുബൂസിൻ്റെ കൂടിയോ ചപ്പാത്തിൻ്റെ കൂടിയോ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന മെത്തേഡിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബദാം ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ബദാം തന്നെ വേണമെന്നൊന്നുമില്ല, ഞങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് എടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് യൂസ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾക്കൊരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായി ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയ പുതിന ഇല കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ആക്കി വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കനിലേക്ക് ഒരു പുളിനാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഞങ്ങൾക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് ഒരു അടപ്പ് വെച്ച് അടച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്കിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്ത ഓയിലായിക്കൊണ്ട് ഞങ്ങളുടെ ഉള്ളി പെട്ടെന്ന് തന്നെ ഒരു യെല്ലോയിഷ് കളറായിരിക്കും. ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി ചേർത്തെടുക്കാം. അതുപോലെ തന്നെ 7 മുതുമൻ പച്ചമുളകും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞങ്ങൾക്കിതൊരു മിക്സിയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു തിക്നെസ് കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ ഞാനിവിടെ 12 പീസ് ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു തേങ്ങേൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് ഒരു ചെറിയൊരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. അത് മെൽറ്റായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് 2 കറാമ്പ്, ഒരു ചെറിയൊരു കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു ഏലക്കായ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ബേ ലീഫിൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രം ചേർത്തെടുക്കാം. അപ്പോൾ ബേ ലീഫ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് സ്കിപ്പ് ചെയ്താലും മതി. ഇനി ഞങ്ങൾക്ക് അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഞങ്ങൾക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് നല്ല തിള വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം. ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ കുബൂസിൻ്റെ കൂടെയെല്ലാം സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ക്രീമി ഹരിയാലി ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾക്കിത് ചൂടോടെ തന്നെ ഞങ്ങൾക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പ്രത്യേക തരം ഒരു ഡിഫറെൻറ്റ് കറി തന്നെയാണ്. അപ്പോൾ ഇത് കാണാനും ഒരു നമ്മൾ സാധാരണ കഴിക്കുന്നത് ഞങ്ങളുടെ ഡിഫറെൻ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും അതിൻ്റെ ആ ടേസ്റ്റും എല്ലാം അടിപൊളിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ തന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അന്നൂസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.